ഗുഡ് മോർണിംഗ്. പ്രതിഭയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഒരു പദ്യമാണ്. ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ. നിരാശനായി ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു. നമ്മൾ അതിനെക്കുറിച്ച് ആ പദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. എന്താണ് ആ പദ്യമെന്ന്. വളരെ ചെറിയ പദ്യമായിരുന്നു, കുറച്ച് വരികളേ ഉള്ളൂ. പക്ഷെ ലളിതവും സരളവുമായ രീതിയിലാണ് എഴുത്തുകാരൻ എന്ത് ചെയ്തത്, നമ്മുടെ മുമ്പിൽ അത് പ്രസിദ്ധീകരിച്ചത്. അതുകൊണ്ട് തന്നെ അതൊരു സാധാരണ വായനക്കാരിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പം ആ പദ്യത്തിൻ്റെ ആസ്വാദന ടിപ്പണി തയ്യാറാക്കുന്നത്, ഇത് പദ്യം എഴുതിയതാരാണെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്താണ്? വിനോദ് കുമാർ ശുക്ല. അപ്പം അദ്ദേഹത്തിൻ്റെ ആ പദ്യത്തിന് ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയതാണ് നരേഷ് സക്സേന. ആ ആസ്വാദന ടിപ്പണിയാണ് നമ്മൾ ഈ പാഠത്തിൽ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ കവിത നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അപ്പോൾ ഇനി നമുക്ക് ആസ്വാദന ടിപ്പണിയിലേക്ക് വരാം. അതിൻ്റെ ആദ്യത്തെ പാരഗ്രാഫ് ഞാൻ പറയുകയും ചെയ്തു. കാരണം നമ്മൾ പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ആസ്വാദന ടിപ്പണി. നമ്മൾ പാഠഭാഗത്തിനകത്ത്, നമ്മുടെ ടെക്സ്റ്റിനകത്ത് നമുക്കൊരു 4 പദ്യം പഠിക്കാനുണ്ട്. ആ 4 പദ്യത്തിൽ ഏതെങ്കിലും ഒരു പദ്യത്തിൻ്റെ 4 വരി തന്നിട്ട് അതിൻ്റെ ആസ്വാദന ടിപ്പണി എഴുതാനായിട്ട് പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് കൃത്യമായും വരുന്നൊരു ചോദ്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആസ്വാദന ടിപ്പണി എങ്ങനെ തയ്യാറാക്കണമെന്ന് നമ്മൾ 9 ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയിട്ടുണ്ട്, 8 ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്കറിയാം. എങ്കിലും ഒരിക്കൽ കൂടെ പറയുകയാണ്, ആസ്വാദന ടിപ്പണി തയ്യാറാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, എഴുത്തുകാരനെ കൃത്യമായും പരിചയപ്പെടുത്തിയിരിക്കണം. അതിവിടെ പരിചയപ്പെടുത്തി. ഞാൻ ഒന്നുകൂടെ അത് വായിക്കാം. വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. അപ്പോൾ ഇവിടെ വിനോദ് കുമാർ ശുക്ല വളരെ ലളിതമായും വളരെ നല്ല രീതിയിൽ ധാർമ്മിക ബോധത്തോടുകൂടെയും ലളിതവും സരളവുമായ ഭാഷയിലാണ് കവിത എഴുതിയത്. നമ്മൾ ആ കവിത വായിച്ചപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുകയും ചെയ്തു. ഇനി നമുക്ക് ആ കവിതയിലേക്ക് വരാം. അദ്ദേഹം എങ്ങനെയാണ് അതിൻ്റെ ടിപ്പണി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആ കവിതയിലേക്ക് വരാം. നോക്കൂ. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कहते हैं. അപ്പോൾ ഇവിടെ പറയുകയാണ്, കവിതയുടെ അർത്ഥം വളരെ ലളിതവും മനോഹരവുമാണ്, അതിനെ വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയതാണ്. ഇത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. व्याख्या की दरकार नहीं है, सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कहते. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. സരളമായ ശബ്ദമാണ് എപ്പോഴും അതിൻ്റെ മർമ്മത്തെ വ്യക്തമാക്കുന്നത്. കാരണം സാധാരണക്കാരിൽ അത് എത്തിക്കാൻ കഴിയുന്നു. നോക്കാം നമുക്ക്. വ്യക്തി കോ മൈ നഹീം ജാൻതാ ഥാ, ഹതാശ കോ ജാൻതാ ഥാ. അവിടെ കവിതയിൽ പറയുന്നതാണ്, വ്യക്തിയെ എനിക്കറിയില്ല, ഞാൻ അറിയുന്നില്ല, വ്യക്തി ആരാണ് എന്താണ് എനിക്കറിയില്ല, പക്ഷെ അയാളിലെ നിരാശ, ഉസ്കി ഹതാശാമയും ജാൻതാ ഥാ, അയാളുടെ നിരാശയെ എനിക്കറിയാമായിരുന്നു. അവിടെ കവി വേ ജാനനെ കി ഹമാരി ഉസ് ജാനി പഹചാനി റൂട്ടി കോ തോട് ദേത്തെ ഹൈം. അപ്പൊ ഇവിടെ കവി ജാനന, അറിയുക, തിരിച്ചറിയുക എന്ന് പറയുന്നത് വ്യക്തിക്കോ മൈ നഹീം ജാൻതാ ഥാ, നഹീം ജാൻതാ ഥാ, വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. കാരണം അയാൾ ആരാണ്, അയാളുടെ കുലം എന്താണ്, ഗോത്രം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. പക്ഷേ ഹതാശ കോ ജാൻതാ ഥാ, അയാളുടെ നിരാശയെ എനിക്ക് അറിയാമായിരുന്നു. അവിടെ ജാനന, അറിയുക എന്ന് പറയുന്നതിലൂടെ അറിയുക എന്ന് പറയുന്നതിലൂടെ കവി പറയുന്നത് ഹൗസ് ജാനി പഹച്ചാനി റൂഠിക്കോ, നമ്മുടെ രാജ്യത്ത് നിലനിന്നിരുന്ന ഉസ് ജാനി പഹച്ചാനി റൂഠി. റൂഠി എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്പ്രദായങ്ങൾ. നമ്മുടെ രാജ്യത്ത് ഒരു വ്യക്തിയെ തിരിച്ചറിയാനായിട്ട് ജാനി പഹച്ചാനി എന്ന് അതാ പറയുന്നത്. ഒരാളെ തിരിച്ചറിയുക, മനസ്സിലാക്കുക. അപ്പോൾ ഒരാളെ തിരിച്ചറിയാനും മനസ്സിലാക്കാനുമായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്, ഒരു സമ്പ്രദായമുണ്ട്. അതെന്താണ്? വ്യക്തിക്ക് ന, പേര്, പദ, അഡ്രസ്സ്, ഉമ്ര, വയസ്സ്, ഓഹദ, അയാളുടെ പദവി. ഓഹദ എന്ന് പറഞ്ഞാൽ എന്താണ്? പദവി. യാ ജാതി, പിന്നെ ജാതി. ജാതി സെ ജാനിനെ കോ ജോഡ്തി ഹെ,
ഇതിൽ നിന്നൊക്കെയാണ് നമ്മളൊരു വ്യക്തിയെ തിരിച്ചറിയാനായിട്ട്. അത് നമ്മുടെ ഒരു സമ്പ്രദായത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ ഒരു സിസ്റ്റമാണ്. ഒരു വ്യക്തിയെ നമ്മൾ എങ്ങനെ തിരിച്ചറിയുന്നു? അയാളുടെ പേര്, അഡ്രസ്സ്, കുലം, ഗോത്രം, ജാതി, മതം, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു വ്യക്തിയെ എന്ത് ചെയ്യുന്നത്? തിരിച്ചറിയുന്നത്. ഇതിനെ മാറി അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അവരുടെ ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ വ്യക്തിയെ തിരിച്ചറിയണമെങ്കിൽ ലേശം ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ആ മേഖലയിലേക്ക് എത്തുന്നത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് അതിലേക്ക് എത്തുന്നത്. അതൊക്കെ അവരൊക്കെ അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സ്വയം എന്ത് ചെയ്യുകയാണ്? രാജ്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവൻ ബലിതർപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്ന നല്ല സാമൂഹിക ബോധമുള്ള പ്രവർത്തകരായിരിക്കും. അങ്ങനെയുള്ള പ്രവർത്തകരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള പ്രവർത്തകർ വളരെ കുറച്ചേ ഉള്ളൂ. ഗാന്ധിജി അദ്ദേഹം വേറൊന്നും നോക്കില്ല. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? സ്വയം തൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? മാറ്റിവെച്ചു. അവിടെ ഗാന്ധിജിയെ സംബന്ധിച്ച് ഗാന്ധിജിക്ക് അവിടെ ജാതിയുണ്ടോ മതമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചിന്തകളില്ല. എല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. അപ്പോൾ ഇതുപോലുള്ള വ്യക്തികളെ നമുക്ക് വളരെ കുറച്ചേ കാണാൻ പറ്റൂ. വളരെ കുറച്ച് പേര്. മദർ തെരേസ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മദർ തെരേസയുടെ ജീവിതം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. മദർ തെരേസ. അപ്പോൾ അങ്ങനെ വളരെ 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 കുറച്ച് ആൾക്കാർ നമുക്ക് നമ്മുടെ പഴയ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റും. ബാക്കിയുള്ള ജനങ്ങളെയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള മുഴുവൻ ആൾക്കാരും അവരുടെ ജീവിതത്തിൽ വ്യക്തിയെ തിരിച്ചറിയുന്നത് അവരുടെ പേര്, അഡ്രസ്സ്, കുലം, ഗോത്രം, ജാതി, ഇതൊക്കെ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ എഴുത്തുകാരൻ അങ്ങനെ തന്നെ പറഞ്ഞത് എന്താണ്? ജാനി പഹച്ചാനി രൂഢിക്കോ തോടുതേത്തേക്കും. നമ്മൾ പഠിച്ചു വന്ന, അല്ലെ നമ്മുടെ ഒരു രീതിയിൽ നമ്മൾ പറഞ്ഞു വന്ന ഒരു സിസ്റ്റമുണ്ട്. ആ രൂഢിയെ, സമ്പ്രദായത്തെ പൊട്ടിച്ചെറിയുന്നതാണ് കവി ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ജാനന, അറിയുക എന്ന് പറയുന്നത്. यदि हम किसी व्यक्ति को उसका हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. അതാ പറയുന്നത്. നമ്മളൊരു വ്യക്തിയുടെ നിരാശ മനസ്സിലാക്കിയില്ലെങ്കിൽ, ബുദ്ധിമുട്ട് മനസ്സിലാക്കിയില്ലെങ്കിൽ, അവൻ്റെ ധർമ്മസങ്കടം മനസ്സിലാക്കിയില്ല എങ്കിൽ, ഉസ്കി ഹതാശ, നിരാശ, അസഹായത, സഹായമില്ലായ്മ, ബുദ്ധിമുട്ട്, പ്രശ്നങ്ങൾ, ഇത് മനസ്സിലാക്കിയില്ല എങ്കിൽ, ഉസ്കെ സങ്കട് സേ നഹീ ജാൻതേ തോ, അവൻ്റെ പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ, തോ ഹം കുച്ച് നഹീ ജാൻതേ, നമ്മളൊന്നും അറിയുന്നില്ലെന്നാണ്. വെറുതെ അവൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാതെ, അവൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ, അവനെ പേരിൽ നിന്ന്, അവൻ്റെ ജാതിയിൽ നിന്ന്, അവൻ്റെ വയസ്സ്, അവൻ്റെ പദവി, ഇതൊക്കെ വെച്ച് അവനെ തിരിച്ചറിഞ്ഞിട്ട് എന്ത് പ്രയോജനമെന്നാണ്? ഒരു പ്രയോജനമില്ല. നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ലെന്നാണ്. സടക്ക് പർ ഘായൽപ്പടെ അപരിചിത വ്യക്തിക്കോ ദേക്കുക. ഒരു റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഘായൽ ഹോന എന്ന് പറഞ്ഞാൽ മുറിവേൽക്കുക. റോഡിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരു അപരിചിത വ്യക്തിക്കോ ദേക്കുക. നമുക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്, റോഡിൽ മുറിവേറ്റ് കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിയെ കണ്ടിട്ട് ക്യാ ഹം കഹ് സക്തേ ഹം കി ഉസേ ഹം നഹീ ജാൻതേ, നമുക്ക് പറയാൻ കഴിയുമോ അവനെ എനിക്കറിയില്ല എന്ന്? പക്ഷെ നമ്മളിന്ന് അങ്ങനെയുള്ള ഒരുപാട് പേരെ കാണുന്നുണ്ട്. നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരെങ്കിലുമൊക്കെ എടുത്തു കൊണ്ടുപോയിക്കും എന്ന് പറഞ്ഞ് മുഖം തിരിച്ച് നടക്കുന്ന ഒരുപാട് പേരെ നമുക്കിന്ന് നമ്മുടെ സമൂഹത്തിനിടയിൽ കാണാൻ പറ്റും. അപകടങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മളും അതിനെ എന്ത് ചെയ്യും? നോക്കാതെ കടന്നു പോയിട്ടുണ്ടാവും. കാരണം എന്താണ്? നമുക്കറിഞ്ഞുകൂടാ ആ വ്യക്തിയെ. അതേസമയം ആ വ്യക്തിയുടെ പേര് നമുക്കറിയാമായിരുന്നെങ്കിൽ, അവരുടെ ഡെസിഗ്നേഷൻ, അവരുടെ പദവി നമുക്കറിയാമായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജാതിയിൽപ്പെട്ടവനാണെങ്കിൽ നമ്മളവിടെ ഇറങ്ങി എന്നിട്ട് നമ്മൾ അവനെ എന്ത് ചെയ്യും? സഹായിക്കും. അപ്പോൾ ഇത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞത്. അവൻ്റെ ബുദ്ധിമുട്ട്, അവിടെ മുറിവേറ്റ് കിടക്കുന്നു, അവൻ പ്രശ്നത്തിലാണ്, അവൻ ബുദ്ധിമുട്ടിലാണ്. അവിടെ പേര് നോക്കാൻ പാടില്ല, ജാതി നോക്കാൻ പാടില്ല, മതം നോക്കാൻ പാടില്ല. നമ്മൾ അവനെ എന്ത് ചെയ്യുക? ബുദ്ധിമുട്ടറിഞ്ഞ് സഹായിക്കാൻ പോവുക. എങ്കിലേ നമ്മൾ ആ ജാനന എന്ന് പറയുന്ന പ്രവൃത്തി മനസ്സിലാക്കുകയുള്ളൂ, അറിയുക എന്നത് തിരിച്ചറിയുകയുള്ളൂ. വാസ്തവമേ ഹം ജാൻതേ ഹൈ കി, ശരിക്കു പറഞ്ഞാൽ നമുക്കറിയാം. എന്തറിയാം? യഹ് വ്യക്തി മുസീബത്ത് മയും ഹേ, ഈ വ്യക്തി പ്രശ്നത്തിലാണെന്ന് നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സഹായിക്കാൻ പോകുന്നില്ല. കാരണം അത് നമ്മുടെ ഉത്തരവാദിത്വമല്ല. ഹമാരെ ദായിത്വപ്പർ നഹീ ഹേ, അത് നമ്മുടെ ഉത്തരവാദിത്വത്തിൽ അല്ല. യഹ് മുസീബത്ത് മേ ഹേ और हमारी मदद की ज़रूरत है, അവനൊരു പ്രശ്നത്തിലാണ്. और हमारी मदद की ज़रूरत है, നമ്മുടെ സഹായം, മദദ് കി ജറൂരത്ത് ഹേ, ഏറ്റവും അത്യാവശ്യമാണ് ആ സമയത്ത് അവനെ സഹായിക്കുക എന്നുള്ളത്. പക്ഷെ അവിടെയാണ് നമ്മുടെ പ്രശ്നം നിൽക്കുന്നത്. എന്താണ്?
നമ്മൾ അവനെ സഹായിക്കാൻ അവൻ്റെ പദവി, അവൻ്റെ ജാതി, അവൻ്റെ മതം, അവൻ്റെ പേര്, ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരാളെ സഹായിക്കാനായിട്ട് മുന്നിട്ട് ഇറങ്ങൂ. അത് മാറ്റിവെക്കണമെന്നാണ് കവി നമ്മളുടെ അടുത്ത് പറയുന്നത്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാനേക്ക് യാദ് ദിലാത്തി ഹെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കവിത മനുഷ്യനെ പോലെ കാണാനുള്ള ഒരു കാര്യമാണ് നമ്മളുടെ അടുത്ത് പറയുന്നത്. നീ മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുക. എന്തായിട്ട് കാണണ്ട? ജാതിയുടെ പേരിൽ കാണണ്ട, പദവിയുടെ പേരിൽ കാണണ്ട, മതത്തിന്റെ പേരിൽ കാണണ്ട. നീ മനുഷ്യനായിട്ട് കാണുക. എല്ലാ മനുഷ്യരും തുല്യരാണെന്ന് പറഞ്ഞ് കാണുക. അതാണ് കവി നമുക്ക് പറഞ്ഞു തരുന്നത്. ये कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. कविता लगातार नहीं जानते और जानने का बयान करती जाती है. അപ്പോൾ ഈ കവിത ഏകദേശം സ്ഥലങ്ങളിലും ജാനന നഹീം ജാനന ഇങ്ങനെ പല പ്രാവശ്യം ആവർത്തി പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ കവിത ലഗാത്താർ നഹീം ജാനനെ അവർ ജാനനെ, എനിക്കറിയില്ല അറിയാം, അറിയില്ല അറിയാം, ഇങ്ങനെയാണ് കവിതയിൽ കടന്നു പോകുന്നത് വാക്കുകൾ. ശില്പ की इस बारीक कारीगरी को देख. കാരണം അത് ഒരു ശില്പത്തിനെ നല്ല രീതിയിൽ ഒരു കാരിഗർ എന്ന് പറഞ്ഞാൽ കൊത്തുപണിക്കാരൻ നല്ല രീതിയിൽ വാർത്തെടുക്കുന്നത് പോലെ ഇവിടെ കവിതയെ വളരെ മനോഹരമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്. പിന്നെ ജാനന നഹീം ജാനന എന്ന രണ്ട് പദപ്രയോഗങ്ങൾ പല ആവർത്തി കടത്തിക്കൊണ്ട് അദ്ദേഹം നല്ല രീതിയിൽ ആ കവിത എന്ത് ചെയ്യുകയാണ്, നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണെന്നാണ്. അപ്പൊ അത്രയും ഞാൻ ഒരിക്കൽ കൂടെ വായിക്കാം. വ്യക്തിക്കോ മൈ നഹീം ജാനതാ था, हदाशा को जानता था, कहते ही वे जानने की हमारी उस जानी पहचानी रूठी को तोड़ देते हैं जो व्यक्ति के नाम, पदे, उम्र, ओहदे या जाति से जानने को जोड़ती है. यदि हम किसी व्यक्ति को उसकी हदाशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. सड़क पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते? वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और उसे हमारी जरूरत, मदद की जरूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. कविता लगातार नहीं जानते और जानने की बयान करती जाती है. ശില്പ കീസ് കാരിഗരിക്കോ തേക്കേ. നമുക്ക് നോക്കാവുന്ന. അപ്പോൾ ഇവിടെ മനസ്സിലായത് നമ്മളിവിടെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളിവിടെ പറഞ്ഞു വന്നത് എന്തിനെ കുറിച്ചാണ്? ഒരു സഹായത്തെക്കുറിച്ചാണ്. ഒരു സഹായ ഹസ്തം ആർക്ക് നൽകണം? ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവന് നൽകണം. അവൻ്റെ പേരോ അവൻ്റെ പദവിയോ അവൻ്റെ ജാതിയോ അവൻ്റെ മതമോ പ്രശ്നമേ അല്ല. നമ്മൾ അവനെ എന്ത് ചെയ്യണം? സഹായിക്കണം. ബുദ്ധിമുട്ടുകളെ കണ്ട് തിരിച്ചറിയാൻ പഠിക്കണം. നമ്മുടെ ചുറ്റുപാട് നമ്മൾ ഒരുപാട് പേരെ കാണുന്നുണ്ട്, പക്ഷെ അവരുടെ ബുദ്ധിമുട്ടുകളെ നമ്മൾ എന്ത് ചെയ്യാറില്ല, തിരിച്ചറിയാറില്ല. നമ്മളെപ്പോഴും അവരുടെ പദവിയും അവരുടെ ജാതിയും മതവും ഒക്കെയാണ് നോക്കിയിരിക്കുന്നത്. അത് മാറ്റിവെക്കുക, മനുഷ്യനായി എന്ത് ചെയ്യുക, തിരിച്ചറിയുക. അതാണ് ഇവിടെ ഈ കവിതയിലൂടെ പറഞ്ഞു തരുന്നത്. നോക്കാം. യഹ് മുജെ നഹീം ജാൻതാ था, ഹാത്തുക്കോ ബെഡാനെ കോ ജാൻതാ था. കവിതയ്ക്കകത്തുള്ള വരിയാണ്. യഹ് മുജെ നഹീം ജാൻതാ था, ഇവനെ എനിക്ക് അറിയില്ല. യഹ് മുജെ നഹീം ജാൻതാ. ആ നമ്മൾ സഹായഹസ്തം നീട്ടിയപ്പോൾ അയാൾക്ക് എന്നെയും അറിയില്ല, തിരിച്ചും അറിയില്ല. എനിക്കും ആളെ അറിയില്ല, തിരിച്ച് അവനും എന്നെ അറിഞ്ഞൂടെ. രണ്ടുപേരും അപരിചിതരാണ്. ഹാത്ത് ബെഡാനേക്കോ ജാൻതാ. അവൻ എന്ത് മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ? ഞാൻ നീട്ടിയ സഹായഹസ്തം മാത്രം. ഹാത്ത് ബെഡാനേക്കോ ജാൻതാ था. ഞാൻ അവന് നേരെ വെച്ച് നീട്ടിയ സഹായഹസ്തമാണ് അവന് അറിയാമായിരുന്നത്. എന്നെ പരിചയമില്ല, എനിക്കും പരിചയമില്ല. ഹമേക്ക് ദൂസരേക്കോ നഹീം ജാൻതേ ഥേ. നമ്മൾ പരസ്പരം അറിയുന്നില്ലായിരുന്നു. ഹമേക്ക് ദൂസരേക്കോ നഹീം ജാൻതേ ഥേ. പക്ഷെ സാത്ത് സാത്ത് ചലന ജാൻതേ ഥേ. ഒരുമിച്ച് പോകാൻ നമുക്കറിയാമായിരുന്നു, കൂടെ കൂട്ടാൻ നമുക്കറിയാമായിരുന്നു. ബുദ്ധിമുട്ട് അനുഭവിച്ചതിനെ നമ്മുടെ കൂടെ കൊണ്ടുപോകാൻ നമുക്ക് അറിയാം. എന്തറിയേണ്ട ആവശ്യമില്ല അവിടെ. എന്തിനെക്കുറിച്ച് അറിയണ്ട? അവൻ്റെ അഡ്രസ്സ് അറിയണ്ട, അവൻ്റെ ജാതി അറിയണ്ട, അവൻ്റെ മതം അറിയണ്ട. അവൻ്റെ ബുദ്ധിമുട്ട് മാത്രം അറിഞ്ഞ് അവനെ കൂടെ കൂട്ടാൻ നമുക്ക് കഴിയും. നഹീം ജാന്ന और जानना कविता में किसी लोकगीत के स्थायी की तरह बार बार लौटता है. അപ്പോൾ ഇവിടെ നഹീം ജാന്ന അവർ ജാന്ന, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അറിയില്ല അറിയാം എന്ന് പറയുന്ന ഈ രണ്ട് പദപ്രയോഗങ്ങളും കവിതയിൽ ഒരു സ്ഥായിയായ രൂപത്തിൽ സ്ഥിരമായി ഓരോ വരികളിലും മാറി മാറി കടന്നു വന്നുകൊണ്ടേയിരിക്കുന്നു.
कविता में स्थायी रूप से അതെങ്ങനെ കവിത में किसी लोकगीत की स्थायी की तरह बार बार लौटता है ഒരു നാടൻ പാട്ട് ലോകഗീതം എന്ന് പറഞ്ഞാൽ എന്താണ് നാടൻ പാട്ട് ഒരു നാടൻ പാട്ടിൽ സ്ഥിരമായി കടന്നു വരുന്നത് നാടൻ പാട്ടിന്റെ പ്രത്യേകത അങ്ങനെയാണ് ഒരു വരി കഴിഞ്ഞ് രണ്ട് വരിയൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും ആദ്യത്തെ വരി ആവർത്തിച്ചു വരും അപ്പോൾ അതുപോലെ ഒരു ആവർത്തനം ഇതിനകത്ത് വന്നിട്ടുണ്ട് ഈ കവിതയിൽ വന്നിട്ടുണ്ട് ഒരു നാടൻ പാട്ടിനെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ കയറി വന്നിട്ടുണ്ടെന്ന് ബാർ ബാർ ലൗട്ടാ ഹൈ ഗദ്യമേൽ ലിഖി ഹുയി കിസി കവിതാമയും ഈ പദ്യം കാണുമ്പോൾ നമുക്കറിയാം കവിതയിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ അറിയാം ഇത് ഗദ്യരൂപേണയാണ് എഴുതി പോയിരിക്കുന്നത് അങ്ങനെ ഗദ്യരൂപത്തിൽ എഴുതിയ ഏതെങ്കിലും ഒരു കവിത കിസി കവിതാമയും ലിറിക്കിൽ യാ ഗീതാത്മകത ബോധ് അതിൻ്റെ ആ വരികൾക്ക് അത് സംഗീതാത്മകത കടത്തിവിടാനായിട്ട് അതിനെ ഒരു പദ്യരൂപത്തിൽ അല്ലെങ്കിൽ അതിനൊരു ഈണം ആ പദ്യത്തിന് ആ കവിതയ്ക്കൊരു ഈണം നൽകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ इस खूबी के साथ हिंदी की किसी कविता में आया है ഇത്രയും മനോഹരമായിട്ട് ഖൂബി കെ സാത്ത് ഇത്രയും മനോഹരമായിട്ട് ഹിന്ദിയിലെ മറ്റൊരു കവിതയിലും വന്നതായിട്ട് യാദ് നഹി ആ രഹാ ഹൈ എനിക്ക് ഓർമ്മ വരുന്നില്ല കാരണം ഗദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു പദ്യം അതിൻ്റെ വരികൾ ഓരോന്നും അതിൻ്റെ ലിറിക്കിൾസ് അതിൻ്റെ വരികൾ ഓരോന്നും അതിൽ സംഗീതാത്മകത കൊണ്ടുവരാനായിട്ട് ആ കവിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അത് ഹിന്ദിയിലെ മറ്റൊരു കവിതകളിലും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നരേഷ് സക്സേന പറയുന്നത് ഞാൻ ഒന്നുകൂടെ വായിക്കാം ആ ഭാഗം എന്താണ് ഗദ്യമേൻ ലിഖി ഹുയി കിസി കവിതാമേൻ ലിറിക്കിൽ ആ ഗീതാത്മകത കാ ബോധ് ഇസ് ഖൂബി കെ സാത്ത് ഹിന്ദി കി കിസി കവിതാമേൻ ഗദ്യരൂപത്തിൽ എഴുതിയ ഏതെങ്കിലും ഒരു പദ്യം ഹിന്ദിയിലുള്ള അതിൽ ഇത്ര മനോഹരമായി സംഗീതാത്മകത കടത്തിവിടാനായിട്ട് കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു പദ്യമായിട്ട് എനിക്ക് തോന്നിയത് ഈ കവിതയിൽ മാത്രമാണെന്നാണ് കിസി ഓർ കവിതയ്ക്ക് യാദ് നഹി രഹാ ഹൈ മറ്റൊരു കവിതയെക്കുറിച്ചും എനിക്ക് ഓർമ്മയില്ല എന്നാണ് അപ്പോൾ ആ പാരഗ്രാഫ് ഞാൻ ഒന്നുകൂടെ വായിക്കാൻ നോക്കാം വഹ മുझे नहीं जानता था हाथ बढ़ाने को जानता था हम एक दूसरे को नहीं जानते थे साथ साथ चलना जानते थे यह नहीं जानना और जानना कविता में किसी लोकगीत के स्थायी की तरह बार बार लौटता है गद्य में लिखी हुई किसी कविता में लिरकल्या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा अर्ध पैराग्राफ होगा जैसे किसी गजल में आखिरी शेर की आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते थे ഇതിൽ പല ആവർത്തി കടന്നു വരുന്നതാണ് ജാന്ന നഹി ജാന്ന ജാന്ന നഹി ജാന്ന അപ്പോൾ ഇവിടെ നമ്മുടെ എഴുത്തുകാരൻ പറയുകയാണ് ആ കവിതയുടെ ഒരു പ്രത്യേകത ഒരു സവിശേഷത പറയുകയാണ് ജൈസെ കിസി ഗസൽമയും ഏതെങ്കിലും ഒരു ഗസൽ എടുക്കുകയാണെങ്കിൽ എന്താ ഈ ഗസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുദു കവിതകളെയാണ് ശരിക്കും ഗസൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഉറുദുവിലെ ഈ കവിത ആ കവിതയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ ഗസൽ പോലത്തെ കവിതകളുടെ പ്രത്യേകത വിരഹ ഗാനങ്ങളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ അത് ഉറുദുവിൽ മാത്രം ഉറുദു കവിതയുടെ ഒരു സവിശേഷം ആയിരുന്നു പക്ഷെ ഇന്ന് മറ്റു ഭാഷകളിലും ഗസലുകൾ നമുക്ക് കാണാം മലയാളത്തിലും ഗസലുകളുണ്ട് അപ്പോൾ ഗസലുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഫീലിങ്സോടുകൂടി എഴുതുന്ന കവിതകളാണ് ജനഹൃദയങ്ങളെ ഭയങ്കരമായി എന്ത് ചെയ്യും ആഴത്തിൽ സ്പർശിച്ചു പോകുന്ന വരികളായിരിക്കും അതിനകത്തുള്ളത് അപ്പോൾ ഇവിടെ പറയുകയാണ് കിസി ഗസൽമയും ആഖിരി ഷേർക്കി ആഖിരി ശബ്ദ് അവസാന വരിയിലെ അവസാന പദം ആഖിരി ഷേർക്കി ആഖിരി ശബ്ദ് അവസാനത്തെ വരിയിലെ അവസാനത്തെ പദം ശ്രോതാവും കി സുബാൻ പർ കേൾക്കുന്നവരുടെ സുബാൻ എന്ന് പറഞ്ഞാൽ എന്താ നാവ് കേൾക്കുന്നവരുടെ നാവിൽ ആപ്സെ ആപ്പ് ആ ജാത്തെ ഹൈ ഈ അവസാന വരി എന്ന് പറയുന്നത് അവസാന വരിയിലെ അവസാന പദം കേൾക്കുന്നവരും അറിയാതെ പാടിപ്പോകുന്നതാണ് ഇങ്ങനെ പാടി വരുമ്പോൾ നമ്മളും അറിയാതെ പറഞ്ഞു നിർത്തും ആ വരി വൈസേ ഹി അതുപോലെ ഇസ് കവിതയ്ക്ക് അന്തിമ ശബ്ദ് ഈ കവിതയിലെ അവസാന പദം സാത്ത് സാത്ത് ചലന കെ ബാദ് നമ്മൾ അവസാനം പറഞ്ഞ സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞു വരുമ്പോഴേക്കും യദി കവിത പാട് രോക്ക് ദിയാ ജായത്തോ ആ കവിത വായിക്കുന്നത് പാഠകൻ നിർത്തുകയാണെങ്കിൽ സുന്നെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ കേട്ടിരിക്കുന്നവർ സ്വയം പറഞ്ഞു പോകുമെന്ന് കഹെങ്കെ ജാൻതേ ഥേ साथ साथ चलने को
ജാൻതേ എന്ന് അറിയാതെ നാവിൽ നിന്നും വന്നു പോകുമെന്ന്. കാരണം അത്രയ്ക്ക് താളലയ നിബിഡമായിട്ടാണ് ആ പദ്യം തയ്യാറാക്കിയിരിക്കുന്നത്. ജാൻതേ പല ആവർത്തി കയറി വരുന്നുണ്ട്, നാടൻ പാട്ടുകളിൽ വരുന്നത് പോലെ, ഗസലുകളിൽ കാണുന്നത് പോലെ. ആ ഒരു ശബ്ദ പദപ്രയോഗം അറിയാതെ തന്നെ നമ്മളും പറഞ്ഞു പോകുമെന്ന്. ഒന്നുകൂടെ നോക്കാം. ജൈസെ കിസി ഗസൽ മൈ ആഖിരി ഷേർ കെ ആഖിരി ശബ്ദ് ശ്രോതാവൻ കി സുബാൻ പർ ആപ്സെ ആപ് ആ ജാത്തെ ഹെ. ശരിയാണ്, ഗസലുകളുടെ പ്രത്യേകതയും അത് തന്നെയാണ്. അത് കേട്ടിരിക്കുന്നവൻ്റെ മനസ്സിലെന്ത് ചെയ്യും? ആ പദപ്രയോഗം അവസാനം നിർത്തുന്ന സമയത്ത് നമ്മളും അറിയാതെ ആ ഗസലിൻ്റെ വരികൾ പാടിപ്പോകും. അതുപോലെ വൈശേഹി ഇസ് കവിതയ്ക്ക് അന്തിമ ശബ്ദയാനി സാത്ത് സാത്ത് ചലന. ഈ കവിതയിലെ അവസാന പദം സാത്ത് സാത്ത് ചലന എന്ന് പറയുന്നത്. അത് യദി കവിത പാട് രോക്ക് ദിയാ ജായത്തോ, കവിത വായിക്കുന്നവൻ ആ വായന നിർത്തുകയാണെങ്കിൽ സുന്നെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേങ്കെ, കേൾക്കുന്നവൻ സ്വയം പറഞ്ഞു പോകുമെന്ന്. കഹെങ്കെ ജാൻതേ ഥേ, അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് അറിയുക. എന്തറിയുക? ദൂസരോങ്കി മുസീബത്ത്, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ. ദൂസരോങ്കി സങ്കട്ട്, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ. ദൂസരോങ്കി നിരാശ, മറ്റുള്ളവരുടെ നിരാശ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ. ഇതറിയണമെന്നാണ് പറയുന്നത്. ഉസ്കി ഓഹദ നഹീം ജാനന ചാഹിയെ, അവരുടെ പദവിയെക്കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. ഉസ്കി ജാതി നഹീം ജാനന ചാഹിയെ, അവൻ്റെ ജാതിയെക്കുറിച്ച് അറിയണ്ട. ഉസ്ക ധർമ്മ നഹീം ജാനന ചാഹിയെ, അവൻ്റെ മതത്തെക്കുറിച്ച് അറിയണ്ട. ഉസ്ക നാം നഹീം ജാനന ചാഹിയെ, അവൻ്റെ പേരും അറിയണ്ട. ഒന്നും അറിയണ്ട. നമ്മൾ എന്തുമാത്രം അറിഞ്ഞാൽ മതി? ഉസ്കി നിരാശ, ഉസ്ക സങ്കട്ട്, ഉസ്ക മുസീബത്ത്, അവൻ്റെ ബുദ്ധിമുട്ടുകൾ, അവൻ്റെ പ്രശ്നങ്ങൾ. ഇത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അറിഞ്ഞാൽ മതി എന്നാണ് നമ്മുടെ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. അതാണ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പറഞ്ഞു വന്നത്. എന്താണ്? വഹമുജെ നഹീം ജാൻതാത്ത ഹാത്ത് ബടാനേക്കോ ജാൻതാത്ത, അവൻ എന്നെ അറിയില്ലായിരുന്നു, പക്ഷേ ഞാൻ നീട്ടിയ സഹായ ഹസ്തം അവന് അറിയാമായിരുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ പഠിച്ചത് ഒരു ആസ്വാദന ടിപ്പണി എങ്ങനെ തയ്യാറാക്കാമെന്നുള്ളതാണ്. ആ ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയ വിധവും നിങ്ങൾ കണ്ടു എങ്ങനെയാണെന്ന്. ഇനി കുറച്ച് പാർട്ട് കൂടെ ഉണ്ട്, അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യും? നമ്മൾ പഠിക്കുന്നതായിരിക്കും. ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. കവിതാക്കെ ശില്പപക്ഷ പർ ലേഖകക്ക് ക്യാ ക്യാ നിരീക്ഷൺ കെ, കവിത തയ്യാറാക്കിയ രീതിയിൽ ലേഖകൻ എന്തൊക്കെയാണ് നിരീക്ഷിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് നിരീക്ഷിച്ചിരിക്കുന്നത്? കവിത തയ്യാറാക്കിയ രീതിയിൽ കവി രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ഒന്ന് ലോകഗീതവുമായി താരതമ്യം ചെയ്തിട്ടുണ്ട്, പിന്നൊന്ന് ഗസലുമായും താരതമ്യം ചെയ്തിട്ടുണ്ട്. രണ്ടിലും ഒരേ കാറ്റഗറി തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവസാന പദപ്രയോഗത്തിൻ്റെ എന്താണ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നത്. എന്തുമായി താരതമ്യം ചെയ്തു? ലോകഗീതവുമായിട്ട് താരതമ്യം ചെയ്തു. മറ്റൊരു പ്രത്യേകത, ഇതൊരു ഗദ്യരൂപത്തിൽ എഴുതിയ കവിതയാണെന്ന് പറഞ്ഞു. ആ കവിതാശില്പം എന്തിലല്ല? പദ്യരൂപേണല്ല, പിന്നെന്താണ്? ഗദ്യരൂപത്തിലാണ് ആ കവിതാശില്പം വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഗദ്യരൂപത്തിൽ എഴുതിയ കവിതയായിട്ട് പോലും അതിനെന്തുണ്ടായിരുന്നു? ഒരു താളമുണ്ടായിരുന്നു, ഒരു ലയമുണ്ടായിരുന്നു. അത് ആസ്വാദകന് പാടാൻ പറ്റുമായിരുന്നു എന്നുള്ളത് കൂടെ കവി എന്ത് ചെയ്തിരിക്കുകയാണ്? നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ ഇങ്ങനെ നിരീക്ഷണാബോധത്തിൽ, അദ്ദേഹത്തിൻ്റെ നിരീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ, ഒന്ന് ഗദ്യരൂപത്തിൽ എഴുതിയതാണ്, അതിന് സംഗീതാത്മകതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് നാടൻ പാട്ടിൻ്റെ ഒരു ശൈലി അതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ഒരു ഗസൽ എടുക്കുകയാണെങ്കിൽ ആ ഗസലിൻ്റെ വരികൾ അവസാനിക്കുന്നത് ആ പദപ്രയോഗം എങ്ങനെയാണോ വരുന്നത്, അതുപോലെ നമ്മൾക്കും ഈ പദ്യം വായിച്ചു തീരുമ്പോഴേക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് കടന്നു വരുന്നത്. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെ ആ കവിതയുടെ മഹത്വവൽക്കരണമാണ് നടത്തിയിരിക്കുന്നത്. ആ കവിതയെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് എങ്ങനെയാണെന്നുള്ളത്. അതിലൂടെ നമുക്ക് മനുഷ്യത്വം എന്ന് പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയുവാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയും കൂടെ ആര് ചെയ്തിട്ടുണ്ട്? കവി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ബാക്കി നമ്മൾ പഠിക്കുന്നതായിരിക്കും. തൽക്കാലം നമുക്കിവിടെ നിർത്താം. നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് നോക്കുക. ഓക്കെ.